നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് ഏഴാം ഘട്ടത്തിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 8 സംസ്ഥാനങ്ങളിലായി 57 മണ്ഡലങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുമുണ്ട്. മാത്രമല്ല ഉത്തർപ്രദേശും ബംഗാളും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായ സംസ്ഥാനങ്ങളിൽ കൂടി ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് ബാക്കിയാകുന്നുണ്ട്. ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ മറ്റ് മുതിർന്ന നേതാക്കളും എല്ലാം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. NDA സഖ്യം 400 സീറ്റുകൾ തികയ്ക്കുമെന്നത്. BJP 370 നേടുമെന്ന് കൂടി അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് BJP ഇപ്പോഴും ആവർത്തിക്കുന്നത്. അവർ ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ മറുവശത്ത് INDA മുന്നണിയിലടക്കം അവർ കണക്കുകളിൽ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ പോകുന്നത് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. പല സർവേകളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ BJPയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. BJP നേതാക്കൾ ഒന്നടങ്കം പറയുന്നു തങ്ങൾ 400 സീറ്റുകൾ നേടും, NDA 400 സീറ്റുകളുമായി തന്നെ അധികാരം ഏൽക്കുമെന്ന്. എന്തുകൊണ്ടാണ് BJP ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി 400 സീറ്റ് എന്ന നമ്പറിൽ തന്നെ, ആ മാജിക്കൽ നമ്പറിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. കൃത്യം പറഞ്ഞാൽ ജനുവരി 22-ാം തീയതി. ഈ ജനുവരി 22-ാം തീയതിക്ക് മുൻപ് തന്നെ BJP ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിനേക്കാളും ഒക്കെ ഉപരിയായി BJP ആഘോഷിച്ചതും ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തിയതുമൊക്കെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെയായിരുന്നു. രാമക്ഷേത്രം, അയോധ്യയിൽ ഉയർന്നിരിക്കുന്ന രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സീറ്റുകൾ ഉറപ്പിച്ച് പറയുന്നത്. നമുക്കറിയാം, ഈ അയോധ്യ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലൂടെയാണ് BJP എന്ന പാർട്ടി വളർന്നു വരുന്നത് തന്നെ. പിന്നീട് അവർ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെയും പടർന്ന് കയറുകയും ചെയ്തു. ഈ BJPയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഷ്ട്രീയപരമായി BJPക്കൊപ്പം നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, മറിച്ച് ഉത്തർപ്രദേശിലും വങ്കനാട്ടിലും അടക്കം രാമനുള്ള ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ശൈവ ഭക്തരും അല്ലെങ്കിൽ വൈഷ്ണവ ഭക്തരും ഒക്കെ ആയിരിക്കും കൂടുതലായി ഉള്ളത്. പക്ഷേ ഉത്തർപ്രദേശിലോ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിലോ ഒന്നും അങ്ങനെയല്ല. രാമനവമിക്കും അല്ലെങ്കിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വലിയ പ്രാധാന്യം ആ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകൾക്ക് പുറമെ രാമഭക്തരുടെയും ഹൈന്ദവരുടെയും വോട്ടുകൾ തങ്ങൾക്ക് ഏകീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം BJPക്ക് ഉണ്ട് താനും. ഈ അയോധ്യ രാമജന്മഭൂമി ഉത്തർപ്രദേശിൽ എത്രത്തോളം ചർച്ചാ വിഷയമായി എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. കാരണം ഒരുപക്ഷെ അത് ഏറ്റവും അധികം പ്രതിഫലിച്ചത് ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെയാണ്. UPയിൽ അത്ര കണ്ട് പ്രതിഫലനമൊന്നും അന്നത്തെ കാലത്ത് അയോധ്യ രാമജന്മഭൂമി ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ അത്രയും നാൾ ഉത്തർപ്രദേശിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. കോൺഗ്രസ് വോട്ട് പിടിക്കുന്ന ഒരു ചെറിയ കുളമായിരുന്നു ഈ അയോധ്യ രാമജന്മഭൂമി തർക്ക വിഷയം എന്നുള്ളത്. പിന്നീട് അതിൽ സാധ്യതകൾ കണ്ടെത്തിയത് BJPയാണ്. അവർ ആ ചെറിയ കുളത്തെ ഒരു വലിയ കടലാക്കി മാറ്റുന്നു, അതിൽ നിന്നും വോട്ട് നേടിയെടുക്കുന്നു. നമുക്കറിയാം, രാജീവ് ഗാന്ധി അടക്കമുള്ള ആളുകൾ തറക്കല്ലിട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി. ഇതൊക്കെ ഉത്തർപ്രദേശിൽ ഒരു മൃദു ഹിന്ദുത്വം പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വോട്ട് നേടിയിട്ടുള്ളത്. പക്ഷേ അവിടേക്കാണ് BJP തീവ്രമായ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നതും ആ വോട്ട് ബാങ്ക് മുഴുവൻ കൂടെ നിർത്തുന്നതും. നിലവിൽ എന്തായാലും BJP സ്വീകരിച്ച തന്ത്രം കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ദേശീയ പാർട്ടികളെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കും ഔദ്യോഗികമായി തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം അയച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അപ്പോൾ ചെയ്തത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു വലിയ സമ്മർദ്ദം കാരണം ആ ചടങ്ങിൽ പങ്കെടുക്കാതെ പോവുകയായിരുന്നു. പക്ഷേ തീർച്ചയായും കോൺഗ്രസ് ഒരു പ്രതിനിധിയെങ്കിലും അയച്ചിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിലെ ചിത്രം ഒരുപക്ഷെ മറ്റൊന്നായേനെ. അതിനോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ മുന്നണി ഒന്നടങ്കം INDA മുഴുവൻ രാമക്ഷേത്രമോ അയോധ്യയോ ഒന്നും തന്നെ ചർച്ചാ വിഷയമാകാതിരിക്കാൻ, തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. BJP ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന മൈലേജിനെ കുറിച്ച് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാമക്ഷേത്രം അധികം ഒന്നും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയാവാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതും. എന്തായാലും നിലവിൽ ഈ 400 എത്തും എന്ന് പറയുന്നതിന് പിന്നിലെ ഏറ്റവും ഉറച്ച ആത്മവിശ്വാസം, അതിന് അവരെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നത് അയോധ്യയിൽ ഉയർന്നിരിക്കുന്ന രാമക്ഷേത്രം തന്നെയാണ്. ഈ വിഷയം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പറഞ്ഞാൽ തിരിച്ചടിയാകും എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മൃദു ഹിന്ദുത്വവുമായി UPയിൽ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മതേതര മുഖം അണിഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ്
സീറ്റുകൾ നേടാൻ പോകുന്നത് BJP ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ സീറ്റുകൾ അതൊരു ചരിത്ര സംഖ്യയായി തന്നെ ഉയരും എന്നാണ് അവിടെയുള്ള നേതൃത്വം വിശ്വസിക്കുന്നത്. അതിനവരെ പ്രാപ്തരാക്കാൻ പോകുന്നതാവട്ടെ ഈ അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയായിരിക്കും. മറ്റ് പ്രദേശങ്ങളിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടി ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഫലനം ഉണ്ടാകും. പ്രത്യേകിച്ചും രാമനവമിയൊക്കെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന പശ്ചിമ ബംഗാളിൽ പോലും രാമക്ഷേത്രം തങ്ങളെ തുണയ്ക്കും എന്ന് തന്നെയാണ് BJP അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ 400, 370 എന്നീ സംഖ്യകൾ ആവർത്തിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.